അങ്ങേയറ്റത്തെ മര്യാദകേടാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ കാണിച്ചത്. സാധാരണ നടപടിക്രമം പ്രധാനമന്ത്രി ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയെ കൂടി വിളിക്കുക എന്നതാണ്. അപ്പോൾ ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനെ ഈ പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയത് അദ്ദേഹത്തോടോ സംസ്ഥാന സർക്കാരിനോടോ മാത്രമുള്ള മര്യാദകേടല്ല, കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. കേരളത്തെ ആകെ അപമാനിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷ കേരളത്തോടുള്ള പ്രധാനമന്ത്രിയുടെ വെല്ലുവിളിയാണ്, അപമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. എനിക്ക് വ്യക്തിപരമായിട്ട് ഇത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചിരുന്നു. ഇന്നലെയാണ് എന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നത്. 24 മണിക്കൂർ മുമ്പ്, ഇന്നലെ ഈ സമയത്താണ് അറിയുന്നത്. അവസാന നിമിഷം നിശ്ചയിച്ച പരിപാടികൾ മാറ്റിയിട്ട് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് എന്നെ നിശ്ചയിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസും എന്നെ, കാരണം എൻ്റെ വകുപ്പുമായി കൂടി ബന്ധപ്പെട്ട പരിപാടി ആയതുകൊണ്ട് ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ നിലയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ച ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്ന VIP-കൾക്കുള്ള പ്രത്യേകമായ പാസുമായിട്ട് എത്തിയപ്പോൾ SPG ഉദ്യോഗസ്ഥർ എന്നോട് ആധാർ കാർഡ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ച പ്രത്യേക പാസിന് പുറമെ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ അതൊരു അപമാനിക്കലാണ്. ഞാൻ പറഞ്ഞു സൗകര്യപ്പെട്ടില്ല. അവർ നിർബന്ധം പറഞ്ഞു ആധാർ കാർഡ് ഉണ്ടെങ്കിലേ കയറും. ഞാൻ പറഞ്ഞു എനിക്ക് കയറണം നിർബന്ധമില്ല, ഞാൻ ഈ പരിപാടി പങ്കെടുക്കുന്നില്ല. ആ ഘട്ടത്തിൽ സംസ്ഥാന പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ ഇടപെട്ടു. അവരും SPG ഉദ്യോഗസ്ഥരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി. ഞാൻ പരിപാടി ബഹിഷ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. അപ്പോൾ പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരും പറഞ്ഞു മന്ത്രി ബഹിഷ്കരിക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാം ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞ് അവസാനമാണ് ഗത്യന്തരമില്ലാതെ ഞാൻ കാറിൽ കയറുമെന്ന ഘട്ടമായപ്പോഴാണ് SPG ഉദ്യോഗസ്ഥർ പിന്നാലെ എത്തി ആധാർ കാർഡ് കാണിക്കണമെന്ന വ്യവസ്ഥ ഉപേക്ഷിക്കുന്നത്. അന്ന് അതൊരു വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റണ്ട എന്നതുകൊണ്ടാണ് പിന്നീട് ഞാനിതിനെക്കുറിച്ചൊന്നും പറയാറുണ്ട്. പക്ഷേ ചില മാധ്യമങ്ങൾ അത് വാർത്ത കൊടുത്തിരുന്നു. എന്നോട് ചോദിച്ചവരോട് ഞാൻ കാര്യം പറയുകയും ചെയ്തതാണ്. ഇതാണ് സമീപനം. അതുകൊണ്ട് അതിനൊന്നും നിന്നു കൊടുക്കാൻ സൗകര്യമില്ല എന്നതുകൊണ്ട് ഇന്നലെ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ഞാനിതിന് പോകുന്നില്ല എന്നത്. നമുക്ക് ഒരുപാട് പരിപാടികൾ മണ്ഡലത്തിലുണ്ട്, ധാരാളം പരിപാടികളുണ്ട്. അതെല്ലാം കളഞ്ഞ് ഇതുപോലുള്ള അസംബന്ധങ്ങൾക്ക് നിന്നു കൊടുക്കാൻ സൗകര്യപ്പെടില്ല എന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചത്. ഇത് ഇടുങ്ങിയ രാഷ്ട്രീയം, ഇതാണ് BJP മനസ്സിലാക്കണം. ഇടുങ്ങിയ രാഷ്ട്രീയം. ഇപ്പൊ ദേശീയപാത എങ്ങനെ യാഥാർത്ഥ്യമായത്? ദേശീയപാതയ്ക്ക് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തോടും മുന്നോട്ട് വെക്കാത്ത ഉപാധി മുന്നോട്ട് വെച്ചവരാണ് ഈ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് എന്ന് ഓർക്കണം. അവർ പറഞ്ഞു നിങ്ങൾക്ക് ദേശീയപാത ഉണ്ടാക്കണമെങ്കിൽ ഭൂമി വിലയുടെ 4/1 നിങ്ങൾ വഹിക്കണം. 5580 കോടി രൂപ കേരളം എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ദേശീയപാത ഉണ്ടായത്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ഈ അവസ്ഥ ഉണ്ടായിട്ടില്ല. ദേശീയപാത ആരുടേതാണ്? ഇന്ത്യ ഗവൺമെന്റിൻ്റെതാണ്. ആരാ നിർമ്മിക്കേണ്ടത്? ഇന്ത്യ ഗവൺമെന്റാണ്. കേരളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം നിങ്ങൾ പണം തരണം എന്ന് പറഞ്ഞാൽ ആ വിവേചനം എല്ലാ കാര്യത്തിലും തുടരുകയാണ്. ആ വിവേചനം ദേശീയപാത നിർമ്മിക്കുന്നതിൽ മുതൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വരെ കാണിക്കുകയാണ്. അങ്ങേയറ്റത്തെ മര്യാദയില്ലായ്മ. BJPയുടെ രാഷ്ട്രീയ സംസ്കാരം എന്താണ് എന്ന് ഒരിക്കൽ കൂടി മലയാളികൾക്ക് മനസ്സിലായി. പൊതുമരാമത്ത് മന്ത്രി പങ്കെടുക്കാത്ത ചടങ്ങിൽ BJP നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാണ് എന്നുള്ളതും കൂടെ. അത് എങ്ങനെയാണ് BJP പൊതുപണം ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് എന്നതിന്റെ തെളിവാണ്. ഇതാണ് നികുതിപ്പണം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നതിന്റെ ഉദാഹരണം.